നമസ്കാരം. ഞാൻ സിമ്പിൾ വൺ എടുത്തതിന് ശേഷം ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഈ വണ്ടി റെക്കമെൻഡബിൾ ആണോ എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഞാൻ ഈ വണ്ടി ഉപയോഗിക്കട്ടെ എന്നിട്ട് പറയാമെന്നാണ്. ഞാനിപ്പം ഏകദേശം 1650 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സിമ്പിൾ വണ്ണിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ 5 kWh ബാറ്ററി പാക്കുള്ള വണ്ടിയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഫ്ലോർ ബോർഡിൽ ഒരു 3.7 kWh ലിഥിയം അയൺ ബാറ്ററി പാക്കും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന 1.3 kWh ബാറ്ററി പാക്കും ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ പറ്റും. ഏകദേശം ഒരു മാസം കൊണ്ട് ഞാൻ എല്ലാ ടെറൈനിലും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. രാത്രി വണ്ടി ഓടിച്ചിട്ടുണ്ട്, നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ രീതിയിലും വണ്ടി മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ പവറിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ വണ്ടിയാണിത്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കുറച്ച് ശോകമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ വണ്ടിക്ക് 4 റൈഡിംഗ് മോഡുകളാണ് ഉള്ളതെന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എക്കോ, റൈഡ്, ഡാഷ്, അതുപോലെ തന്നെ സോണിക്. ഈ സോണിക് ആണ് ഏറ്റവും പവർഫുൾ മോഡ്. 105 km/h സ്പീഡ് വരെ നമുക്ക് സോണിക് മോഡിൽ സഞ്ചരിക്കാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 54% ബാറ്ററി പെർസെൻറ്റേജ് ആകുമ്പം ഈ സോണിക് മോഡ് കട്ടാവും. അതുപോലെ തന്നെ 44% ബാറ്ററി പെർസെൻറ്റേജ് ആകുമ്പം ഡാഷ് മോഡും കട്ടാവും. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 50% നിന്ന് കിട്ടുന്ന എക്കോ മോഡിൻ്റെ റൈഡ് മോഡിൻ്റെയും ആ ഒരു പവർ നമുക്ക് ഒരിക്കലും അവസാനത്തെ 50% കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതായത് നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത്, അതായത് 100% ബാറ്ററിയിൽ നമുക്ക് എക്കോ മോഡിൽ പോലും 2 പേരെ വെച്ചിട്ട് ഈസി ആയിട്ട് കയറ്റങ്ങളൊക്കെ കയറ്റാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ അവസാനത്തെ 44% ബാറ്ററിയിൽ എക്കോ മോഡും റൈഡ് മോഡും ഉള്ള സമയത്ത്, ആ സമയത്ത് നമുക്ക് ഒരാളെ വെച്ചിട്ടും കയറ്റങ്ങൾ വലിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പം കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. ഈ ഒരു കാര്യം കമ്പനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അത് അവർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവസാനത്തെ 20% വരെ നമുക്ക് പവർഫുൾ മോഡുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ആക്കിത്തരാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കുറേ മാസങ്ങളായി, പക്ഷേ ഇതുവരെ അവരത് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. ഇതിൻ്റെ 1-2 പോസിറ്റീവ് സൈഡ്സും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അവസാനത്തെ ഒരു 30% ബാറ്ററിയിൽ എമർജൻസി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പം നമ്മൾ ചിലപ്പം സോണിക് മോഡും ഡാഷ് മോഡും ഒക്കെ ഇട്ടിട്ട് സ്പീഡിൽ സഞ്ചരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് ബാറ്ററി പെട്ടെന്ന് തീർന്നിട്ട് നമ്മൾ വഴിയിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ടെക്നിക്കലി ഇതിനെ പറ്റിയിട്ട് EVനെ പറ്റിയിട്ട് ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞൊരു കാര്യം പറയാം. അതായത് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ലോഡ് പെട്ടെന്ന് വലിക്കുമ്പം ഗ്രാജ്വലി കുറേ കാലത്തിന് ശേഷം ബാറ്ററി ഡാമേജ് ആവാനും അതിൻ്റെ ലൈഫ് കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ റേഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഈ വണ്ടി തരുന്ന റേഞ്ച് തന്നെയാണ്. ഏകദേശം 160 മുതൽ 170 കിലോമീറ്റർ വരെ റേഞ്ച് എനിക്ക് ഈസി ആയിട്ട് മിക്സഡ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതായത് എല്ലാ മോഡലും ഇട്ട് വണ്ടി ഓടിച്ചിട്ടും പിറകിൽ ആളെ വെച്ചിട്ട് ഞാൻ വൈഫിനെ കൊണ്ടുപോകാറുണ്ട്, മോനെ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ട്. കയറ്റങ്ങളുള്ള ടെറൈനാണ് നമ്മളത്. നല്ല സ്പീഡിൽ ഞാൻ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഓടിച്ചിട്ട് എനിക്ക് 165 മുതൽ 170 വരെ കിട്ടുന്നുണ്ട്. നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ, ഡീസൻ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ 190 കിലോമീറ്റർ ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും. അത് നല്ല റേഞ്ചാണ്. ഈ ഡാഷ് മോഡും സോണിക് മോഡും ഒക്കെ പെട്ടെന്ന് തന്നെ അവർ കട്ട് ചെയ്തിരിക്കുന്നത് ഈ റേഞ്ച് കൂടുതൽ കിട്ടാൻ തന്നെയായിരിക്കണം. അത് തന്നെയായിരിക്കണം മറ്റൊരു കാരണം. ഈ വണ്ടി ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. 9 മണിക്കൂറിലും കൂടുതൽ വേണം ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ഥലം ഏതാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്, തലശ്ശേരി മുഴുപ്പലങ്ങാട് ബീച്ച്. ഇത് ഡ്രൈവ് ഇൻ ബീച്ചാണ്. നമുക്ക് കാറും ബൈക്കും എല്ലാം കൊണ്ടുവരാം ഇവിടെ. എന്തോ ചെറിയൊരു ഫീസ് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ രാവിലെ ഞാനിവിടെ വന്നിട്ടാണ് മീൻ വാങ്ങിക്കാറ് ചില ദിവസങ്ങളിലൊക്കെ. അപ്പം ഇന്ന് മീൻ മേടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് സംസാരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുന്നത് അതിൻ്റെ കൂടെ ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അടക്കമാണ്, ശരിയല്ലേ? പക്ഷെ അതൊന്നും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അത്രയും കാശ് കൊടുക്കുന്നത്? ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിലും
നിലവിൽ ആ സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. മറ്റൊരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ചേർന്ന് ഇതിന്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. ഉടനെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് ആക്റ്റീവ് ആവുമെന്നും അല്ലെങ്കിൽ അടുത്ത മാസം ഫാസ്റ്റ് ചാർജിംഗ് ആക്റ്റീവ് ആവുമെന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ വണ്ടി മാർക്കറ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നത്. പക്ഷേ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്തായാലും വന്നാൽ നല്ലത്. പിന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്. 3.7 kWh മെയിൻ ബാറ്ററിയാണ് ആദ്യം ചാർജ് ആവുക. അതായത് ഫ്ലോർ ബോർഡിലുള്ള ബാറ്ററി. അതിന് ഏകദേശം 5 മണിക്കൂറാണ് സമയം വേണ്ടത്. അതിനുശേഷമാണ് സ്റ്റോറേജിലുള്ള 1.3 kWh പോർട്ടബിൾ ബാറ്ററിയിലേക്ക് കൺവേർട്ട് ആയതിനു ശേഷം അത് ചാർജ് ആവാൻ തുടങ്ങുന്നത്. അതിന് വേണ്ടത് ഏകദേശം 4.25 മണിക്കൂറും. ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ. മുമ്പ് ഇവർ പോർട്ടബിൾ ബാറ്ററിക്ക് ഒരു ചാർജർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലഭിച്ചിരുന്നെങ്കിൽ മെയിൻ ബാറ്ററി വണ്ടിയിലിരുന്ന് ചാർജ് ആവുന്ന സമയം കൊണ്ട് പോർട്ടബിൾ ബാറ്ററിയും നമുക്ക് പുറത്ത് വെച്ച് ചാർജ് ചെയ്താൽ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കമ്പനിയുടെ ആളുകളുമായി സംസാരിച്ചപ്പോൾ പോർട്ടബിൾ ബാറ്ററിക്ക് ചാർജർ നൽകാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. പലതവണ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യുകയും വീണ്ടും ഇൻസേർട്ട് ചെയ്യുകയും ചെയ്താൽ ബാറ്ററിക്ക് ലൂസ് കോണ്ടാക്ട് സംഭവിക്കുകയും ഭാവിയിൽ ബാറ്ററി കേടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കാരണം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പോർട്ടബിൾ ബാറ്ററി ഇവർ നൽകിയത്? ഇതും ഇവർക്ക് ഫിക്സ്ഡ് ബാറ്ററി ആക്കാമായിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ സിമ്പിൾ വണ്ണിലെ റിമൂവബിൾ ബാറ്ററി സിസ്റ്റം വേസ്റ്റ് ആണ്. യൂസ്ലെസ് എന്നാണ് കറക്റ്റ് വേർഡ്. ഇതെല്ലാം ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനടക്കം പലരും 2 ലക്ഷം രൂപ കൊടുത്ത് ഈ വണ്ടി വാങ്ങിച്ചത് അല്ലേ? എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും ലഭിക്കില്ല എന്ന് ഇവർ പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബോഡിയിലെ ഏത് പാർട്സ് എടുത്ത് നോക്കിയാലും സ്വിച്ചസ് ആയാലും ലൈറ്റ്സ് ആയാലും പാനൽസ് ആയാലും വളരെ സ്ട്രോങ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാനൽ ഗ്യാപ്സ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ ഒരു ഓഫ് റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ആ ഒരു കുറ്റിയുറപ്പ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനും സാധിക്കും. പക്ഷേ ഈ വണ്ടിയിൽ ഒരാൾ സഞ്ചരിക്കുന്ന സമയത്ത് സസ്പെൻഷന്റെ കാര്യത്തിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. പ്രത്യേകിച്ച് മുന്നിലെ സസ്പെൻഷൻ ശരിക്കും നമ്മുടെ കൈ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു അടി നമുക്ക് ഫീൽ ചെയ്യും. പിന്നിലെ സസ്പെൻഷൻ കുഴപ്പമില്ല, ആവറേജ് ആണ്. പക്ഷെ 2 പേരാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സസ്പെൻഷൻ വളരെ സ്മൂത്താണ്. പക്ഷെ കൂടുതൽ സമയവും നമ്മൾ ഒരാളായിരിക്കും ഈ വണ്ടിയിൽ സഞ്ചരിക്കുക എന്നതാണ് സത്യാവസ്ഥ അല്ലേ? പിന്നെ നമ്മൾ ഈ വണ്ടിയിലെ റൈഡിങ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സിറ്റിയിൽ നമ്മുടെ ചെറിയ ഓട്ടങ്ങൾക്കെല്ലാം ഓക്കെയാണ്. പക്ഷെ ലോങ് പോകുന്ന സമയത്ത് പതുക്കെ സീറ്റിൽ നിന്നും മുന്നിലേക്ക് സ്കിഡായിട്ട് ഞാൻ വരാറുണ്ട്. കാരണം ഞാൻ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വേദനയും എടുക്കുന്നുണ്ട്. കുറേ നേരം ഇരിക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ സീറ്റിന് ഒരു കുഷൻ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിച്ചേക്കാം. പിന്നെ അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഇതിലുണ്ട്. ചാർജറും അതുപോലെ തന്നെ കമ്പനി തരുന്ന ഹെൽമറ്റും ഹാഫ് ഫേസ് ഹെൽമറ്റും നമുക്ക് ഒരുമിച്ച് ഇതിൽ വെക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് പലതവണ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് ആണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? താഴേക്ക് പോയിന്റഡ് ആണ്, കുറച്ച് ഷാർപ്പാണ്. വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാർഡായിട്ടുള്ള സ്ഥലമല്ലെങ്കിൽ സ്റ്റാൻഡ് മണ്ണിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സ്റ്റാൻഡിന്റെ താഴെ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ പീസ് നൽകിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം കമ്പനിക്ക് തന്നെ പരിഹരിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ നൽകിയാൽ ഫ്രെയിമിന്റെ ഡിസൈൻ മൊത്തം മാറ്റേണ്ടി വരുമെന്നാണ് അവരോട് ചോദിച്ചപ്പം അറിയാൻ സാധിച്ചത്. കാരണം സൈഡ് സ്റ്റാൻഡ് സെൻസർ ആ ഒരു രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ വണ്ടിക്ക് സെന്റർ സ്റ്റാൻഡ് ഇല്ലാത്തതും വലിയൊരു പോരായ്മ തന്നെയാണ്. വീട്ടിൽ നിന്നും ഞാൻ വണ്ടി കഴുകുന്ന സമയത്താണ് ആ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും മനസ്സിലായത്. എലോയ് വീലുകളും ടയറുകളും ഒക്കെ കഴുകാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ വണ്ടിക്ക് മഴക്കാലത്ത് പിറകിലെ ടയറിൽ നിന്നും ചെളി തെറിക്കുന്ന പ്രശ്നം നല്ല രീതിയിലുണ്ട്. ഇത് കണ്ടില്ലേ? ഈ ഒരു മൊത്തം ഏരിയയിൽ ചെളി തെറിക്കും, പിറകിലെ സീറ്റിൽ വരെ. എന്ന് വെച്ചാൽ പിറകിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അയാളുടെ ദേഹത്ത് മുഴുവൻ, അതായത് അയാളുടെ പിറകു ഭാഗത്ത് മുഴുവൻ ചെളിയാവുമെന്നർത്ഥം. ഈ പ്രശ്നം പരിഹരിക്കാൻ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു ടയർ ഹഗർ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കെങ്കിലും അത് ലഭിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇതിലെ ഫീച്ചേഴ്സ് ഒരുപാട് അപ്ഡേറ്റ് ആവാനുണ്ട്. ബ്രേക്കിന്റെ ലിവർ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് ഹിൽ ഹോൾഡെങ്കിലും ഇവർക്ക് നൽകാമായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇല്ല എന്നുള്ളതാണ് സത്യം. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ നിർത്തിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ വലിയ കയറ്റങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പോൾ അത് ബാക്കോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും ആക്റ്റീവ് അല്ല, ഒരു ഡമ്മി മാത്രമാണ്. അതേപോലെ ഇവർ ഇതിൽ നൽകിയിരിക്കുന്ന റൂട്ട് മാപ്പ് അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്ര ഫ്രണ്ട്ലി അല്ല. സത്യം പറയുകയാണെങ്കിൽ അത് എനിക്ക് ഉപയോഗിക്കാൻ തോന്നാറില്ല. അതേപോലെ പഴയ വണ്ടികൾക്ക് വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിൽ ഷെയ്ക്ക് ആവുന്ന ഒരു പ്രശ്നം. പക്ഷെ എനിക്ക് അത് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പുതിയ വണ്ടികൾക്ക് അവരത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പിന്നെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നത് പുള്ളി പെട്ടെന്ന് ഷാർപ്പ് ആവുകയും ബെൽറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു. 25,000 കിലോമീറ്റർ ഓടുന്ന സമയം കൊണ്ട് തന്നെ 3 തവണ ബെൽറ്റും പുള്ളിയും മാറ്റിയ കസ്റ്റമറിന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടികളിലെ പുള്ളിയുടെയും ബെൽറ്റിന്റെയും ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ബെൽറ്റിനും പുള്ളിക്കും 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കൊല്ലം മാത്രമാണ് വാറണ്ടി. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തവണ നമ്മൾ വാറണ്ടിയിൽ ബെൽറ്റും പുള്ളിയും മാറ്റിയാൽ പിന്നീട് നമുക്ക് ലഭിക്കുന്ന വാറണ്ടി 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം മാത്രമാണ്. അത് എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഇനി നമ്മൾ വാറണ്ടി പീരീഡിന് ശേഷം ബെൽറ്റും പുള്ളിയും മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ബെൽറ്റിന് ഏകദേശം 3,000 രൂപയും ബാക്കിലെ പുള്ളിക്ക് 2,500 രൂപയും മുന്നിലെ പുള്ളിക്ക് 500 രൂപയുമാണ് നൽകേണ്ടത്. അതിന് പുറമെ സർവീസ് ചാർജും. ഇതിന്റെ കൂടെ തന്നെ മറ്റ് വാറണ്ടികളുടെ കാര്യം കൂടി ഞാൻ പറയാം. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വണ്ടി വാങ്ങിക്കുമ്പോൾ കൂടെ ലഭിക്കുന്ന വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ. ഏതാണോ ആദ്യം അതിനനുസരിച്ചാണ്. അതിൽ ഉൾപ്പെടുന്നത് ബാറ്ററി, മോട്ടോർ, ഡിസ്പ്ലേ, MCU, അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രിക്കൽ മൊഡ്യൂൾസും. പക്ഷേ സ്വിച്ചുകൾക്ക് 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ മാത്രമാണ് വാറണ്ടി. കൂടുതൽ കാശ് കൊടുത്ത് നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റേഴ്സ് വരെയും 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റേഴ്സ് വരെയും. പക്ഷേ എക്സ്റ്റെൻഡഡ് വാറണ്ടി നമുക്ക് ലഭിക്കുന്നത് ബാറ്ററിക്കും മോട്ടോറിനും മാത്രമായിരിക്കും. അതേപോലെ ചാർജറിന്റെ വാറണ്ടിക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. 3 വർഷം വാറണ്ടി ഉണ്ട്, പക്ഷേ 20,000 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവർക്ക് 2 മോഡൽ വണ്ടികളാണ് നിലവിലുള്ളത്. പോർട്ടബിൾ ബാറ്ററി അടക്കം 5 kWh ബാറ്ററി പാക്കുള്ള സിമ്പിൾ 1 എന്ന ടോപ്പിന്റെ മോഡലും 3.7 kWh ബാറ്ററി പാക്കുള്ള സിമ്പിൾ 1S എന്ന ബേസ് മോഡലും. ടോപ്പിന്റെ മോഡലിന് 8 വർഷം എക്സ്റ്റെൻഡഡ് വാറണ്ടി അടക്കം ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 2 ലക്ഷം രൂപയ്ക്കടുത്താണ്. അതേപോലെ ബേസ് മോഡലിന് 8 വർഷം എക്സ്റ്റെൻഡഡ് വാറണ്ടി അടക്കം ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1,69,000 രൂപയ്ക്കടുത്താണ്. ഇനി നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടി വേണ്ടെങ്കിൽ ഈ വിലയിൽ നിന്നും 8,500 രൂപ കുറയും. അതേപോലെ ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ കസ്റ്റമേഴ്സിന് നൽകുന്ന സർവീസ്. സത്യം പറഞ്ഞാൽ അതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ നിലനിൽപ്പ് പോലും. പല കമ്പനികളുടെയും കാര്യത്തിൽ ആ ഒരു അനുഭവം നമുക്കുണ്ട്, അല്ലെ? ഞാൻ കോഴിക്കോട് ഷോറൂമിൽ നിന്നാണ് ഈ വണ്ടി എടുത്തത്. സിമ്പിൾ 1ന്റെ ഷോറൂം ഓരോന്നോരോന്നായി കേരളത്തിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സെയിൽസ് എല്ലാം നിലവിൽ കുറവാണ്, പക്ഷേ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവരുടെ സർവീസ് സെന്ററിൽ തിരക്കൊന്നുമില്ല. എന്തായാലും എന്റെ അനുഭവം ഞാൻ പറയാം. വണ്ടി എടുത്ത് ഒരു 500 കിലോമീറ്റർ ഓടിയതിന് ശേഷം പിറകിലെ ഡിസ്കിൽ നിന്നും ഒരിയുന്ന ഒരു ശബ്ദം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് പാഡ് ഒരിയുന്ന ശബ്ദമാണ്. അതേപോലെ വണ്ടി പിറകോട്ട് എടുക്കുന്ന സമയത്ത് ബെൽറ്റിൽ നിന്നും അത്യാവശ്യം നല്ല ശബ്ദം ഉണ്ടാവുമായിരുന്നു. കുറെ ഓടിയാൽ ശരിയാവുമെന്നാണ് കരുതിയത്. പക്ഷെ എത്ര ഓടിയിട്ടും ഈ 2 ശബ്ദവും മാറുന്നില്ല. അങ്ങനെ ഈ ഒരു ശബ്ദം മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ 3 തവണയാണ് ഞാൻ ഷോറൂമിൽ കയറി ഇറങ്ങിയത്. സർവീസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് അവര് ചെയ്തു തന്നത്. പക്ഷേ ഈ 2 ശബ്ദവും ഇതുവരെ മാറിയിട്ടില്ല. അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടില്ലേ? ഈ ശബ്ദം മാറുന്നേ ഇല്ല. ഇതിനെക്കുറിച്ച് സിമ്പിൾ 1 കസ്റ്റമേഴ്സിനോട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. ഇതേ പ്രശ്നം തന്നെ എന്റെ അറിവിൽ മറ്റൊരു വ്യക്തിക്കും ഉണ്ടായിരുന്നു. എലോയ് വീലിൽ ചെറിയൊരു ബെൻഡ് ഉണ്ടായതായിരുന്നു അതിന് കാരണം. അതേപോലെ ഡിസ്കിന് ബെൻഡ് ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. എന്തായാലും എന്റെ പ്രശ്നം ഇതുവരെ പരിഹരിക്കാത്തത് കൊണ്ടാണ് എനിക്കിത് ഇവിടെ പറയേണ്ടി വന്നത്. കണ്ണൂരിൽ നിലവിൽ സിമ്പിൾ 1ന് ഷോറൂമും സർവീസ് സെന്ററും ഒന്നുമില്ല. ഞാൻ താമസിക്കുന്നത് തലശ്ശേരിയാണ്. തലശ്ശേരി നിന്ന് കോഴിക്കോടേക്ക് 75 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് ഈ ഒരു കാര്യത്തിന് എത്ര തവണ ഞാൻ പോകണം? തിരിച്ചു പോവാനും 75 കിലോമീറ്റർ ഞാൻ തന്നെ വണ്ടി ഓടിക്കണ്ടേ? 50 കിലോമീറ്റർ ചുറ്റളവിന് മുകളിൽ റോഡ് സൈഡ് അസിസ്റ്റൻസും നമുക്ക് ലഭിക്കില്ല. എന്തായാലും നിങ്ങൾക്ക് സിമ്പിൾ 1നെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വണ്ടി എടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം നിങ്ങളുടേതാണ്. ഈ വണ്ടിയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കാത്തിരിക്കാം. എന്റെ ഇനിയും വരാനിരിക്കുന്ന അനുഭവങ്ങൾ നല്ലതായാലും മോശമായാലും ഞാൻ ഈ ചാനലിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.